അതെ. നിങ്ങളോട് ഇത്ര ദൂരം ആരാ വരാൻ പറഞ്ഞേ? ഞാൻ വന്നത് എന്തിനാണോ അത് കഴിഞ്ഞു. ആ സ്ഥലം വിൽക്കുകയും ചെയ്തു, കാശും കിട്ടി. നമ്മൾ ആഗ്രഹിച്ച പൈസ കിട്ടി. ഇതാ പിടിക്കേ. ഇതെന്തിനാ ഇങ്ങനെ വലിച്ചെറിയുന്നേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്ന് നിങ്ങൾക്കറിയോ? അവിടെയുള്ള അമ്മയുണ്ടല്ലോ, എത്ര മതിയെന്ന് പറഞ്ഞാലും എന്റെ വയറ് നിറയുന്നവരെ അവരെനിക്ക് ആഹാരം തരും. പിന്നെ അയാളുണ്ടല്ലോ, എപ്പം നോക്കിയാലും കത്തിയും കമ്പുമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ അയാളുടെ കൂടെയുള്ളവര് അയാൾക്ക് വേണ്ടി കൈയും കാലും മാത്രമല്ല ജീവൻ കളയാനും തയ്യാറാ. ഇവന്മാരുടെ ഇടയിൽ നിന്നൊക്കെ ബുദ്ധിപരമായിട്ട് ഞാൻ ആ സ്ഥലം വിറ്റ് കാശ് കൊണ്ട് വന്നപ്പോ അതിനെ വലിച്ചെറിയുന്നോ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയുണ്ടോ? നീ ഡീല് തീർത്തിട്ടല്ല വന്നത്, എല്ലാം നശിപ്പിച്ചിട്ടാ. നീ എന്തിനാ ഇവിടേക്ക് വന്നത്? നീ ആരാണെന്ന് നിനക്കറിയോ? നീ ആരാണെന്ന് നിനക്കറിയാമോ എന്ന്? നീ എന്താ പറഞ്ഞേ? ഓഹോ, നീ മതി മതി എന്ന് പറയുമ്പോഴും വയറു നിറയെ ആഹാരം തന്നോന്നോ? അങ്ങനെ തന്നെ കഴിപ്പിക്കണം. ആ രത്നമ്മ, ആ സ്ത്രീയടാ നിനക്ക് ജന്മം തന്ന അമ്മ. രക്തദാഹിയാണ്, മുൻകോപിയാണ്, എപ്പോഴും കത്തിയും കമ്പുമായിട്ട് അലയുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ നാടിനു വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് നിന്റെ അച്ഛൻ. ആ മനുഷ്യ സ്നേഹിയാടാ നിന്റെ അച്ഛൻ, ഭൈരവൻ. ഈ നാടിന്റെ സ്വത്ത്. അങ്ങോട്ട് നോക്കുമോനെ, അതാണ് നിന്റെ നാട്. അവിടെ ഉള്ളവരെല്ലാം നിന്റെ ആൾക്കാരാ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈകാലുകൾ മാത്രമല്ല, സ്വന്തം ജീവൻ ത്യാഗം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാ. ഈ ഡീല് നടത്താൻ വേണ്ടി മാത്രമല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത്. ഈ നാടിനെ എതിർക്കുന്നവരെ അടിച്ചൊതുക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്. എന്റെ അമ്മ എന്നെ നിങ്ങൾ എന്തിനാ ഏൽപ്പിച്ചത്? പോയി ഈ ചോദ്യം നിന്റെ അമ്മയോട് ചോദിക്കുക, അപ്പൊ ഉത്തരം കിട്ടും. ചോദിക്കാൻ പോകുന്നേ ഇവിടെ നിൽക്ക്. ഈ മണ്ണിന് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ നിന്റെ അച്ഛനും അമ്മയും അവരാണെന്ന് മറ്റുള്ളവരറിയരുത്. മനസ്സിലായോ? സത്യം ചെയ്യ. എനിക്ക് സത്യം ചെയ്തതാ. രക്താഭിഷേകത്തിന് സമയമായി. എനിക്ക് അനുവാദം നൽകൂ.
കാരുണ്യത്തിനും ദയയ്ക്കും അവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. കോപം, വൈരാഗ്യം, ചോരത്തിളപ്പ്, ഇതിലൊക്കെ അഗ്രഗണ്യനാണ് നമ്മുടെ മുതലാളി ഭൈരവൻ. അതിനെല്ലാറ്റിനും ഉപരി ഇവന്റെ രക്തത്തിൽ ആനയുടെ മതജലമാണ് ഇപ്പോ ഈ സമയത്തൊഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂര്യ അജയ്യനാണ്. തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ തന്നെ താമസിക്കാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. പാടത്ത് പണിയെടുക്കുന്നവനും കൊടിയെടുക്കുന്നവനും തയ്യാറായിക്കും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഞാൻ ഇവിടെ വേണം. പല്ല് കടിക്കുന്നവനും കത്തിയെടുക്കുന്നവനും കൈയൂക്ക് കാണിക്കുന്നവനും നിങ്ങളുടെ മരണത്തെ അവൻ അഡ്വാൻസായി നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ അവസരം എപ്പോഴാ വരുന്നതെന്ന് നിങ്ങൾക്ക് പോലും ഗസ് ചെയ്യാൻ പറ്റില്ല. നീയൊക്കെ അടക്കി പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ അതെല്ലാവർക്കും തിരിച്ചു കൊടുത്തോളണം. തടഞ്ഞു വെച്ച അണയിൽ നിന്ന് വെള്ളം ഇനി ഒഴുകാൻ പോവാണ്. ഭയം മാറ്റി വെച്ച് മുന്നോട്ട് വരണം. ഇനി ഇവിടെ ആരും അടിമകളായിട്ട് ജീവിക്കില്ല. ഇന്നു മുതൽ ഈ ശിവപുരത്തിൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ മുതൽ ഈ ഭൂമിയിൽ വിളയുന്ന എല്ലാം, ജീവിച്ചിരിക്കുന്നവരായാലും ശരി മരിച്ചവരായാലും ശരി, കാറ്റിൽ പറക്കുന്നതായാലും വെള്ളത്തിൽ ഇനി നീന്തുന്നതായാലും എല്ലാം ഇനി ഞങ്ങളുടെ ഭൈരവൻ ദോരയ്ക്ക് മാത്രമാണ് സ്വന്തം. ഇതാ നോക്ക്, ഇത് റിക്വസ്റ്റ് ആണെന്നോ ആപ്ലിക്കേഷൻ ആണെന്നോ ഒന്നും കരുതണ്ട. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിൽ ഞാൻ നിനക്ക് സീരിയസ് ആയിട്ടൊരു വാർണിംഗ് തരിക. ഇന്ന് തന്നെ ആ ഷട്ടർ തുറന്ന് വെള്ളം വിട്ടാൽ നിനക്ക് കൊള്ളാം. അതല്ലെങ്കിൽ നാളെ രാവിലെ ജയിലിൽ കിടന്ന് കമ്പി അഴിയേണ്ടി വരും. മനസ്സിലായോ? നീ ജീവനോട് ഇരുന്ന മാത്രമല്ലേ എന്റെ അച്ഛൻ കമ്പി അഴി എണ്ണുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ തീർത്തോളാം. പിന്നെ ഞാൻ മാത്രം കമ്പി അഴി എണ്ണിയാൽ മതിയല്ലോ. എന്റെ അച്ഛന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യൂടാ. അതിന് എത്ര പേര് വേണേലും ഞാൻ ബലി കൊടുക്കും. പക്ഷെ ആ വെള്ളം മാത്രം തുറന്നു വിടരുത് അച്ഛാ. ഒരു കാരണവശാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണില് പേടി ഒരു തരി പോലും കുറയാൻ പാടില്ല.
ഭക്ഷണം കൊടുക്കുമ്പോ ഇലകൾ എണ്ണാൻ പാടില്ല, അതുപോലെ കൊല്ലുമ്പോ തലകളും എണ്ണാൻ പാടില്ല. മോക്ഷം കൊടുക്കുന്നവനാണ് പരമശിവൻ, നരകം എന്താണെന്ന് കാണിക്കുന്നവൻ ഈ താണ്ഡവൻ. ചേട്ടാ, ഇന്നത്തോടെ ചേട്ടന്റെ ശിക്ഷയുടെ കാലാവധി കഴിയും. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു. ഇനി ചേട്ടന് പോവാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ചെയ്തിരുന്നെങ്കിലേ നമ്മുടെ ആളുകളൊന്നും മരിക്കില്ലായിരുന്നു. ആ സൂര്യ അവർക്ക് പറഞ്ഞു കൊടുത്ത പാഠം നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മളല്ലേ നമ്മുടെ നാട്ടിലെ രാജാവ്. ഈ ഭൂമിയിൽ ഒരുപാട് പേര് നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കും, പക്ഷെ കുറച്ചു പേർ മാത്രമേ വില്ലന്മാരാകാൻ ആഗ്രഹിക്കുകയുള്ളൂ. ഞാൻ വില്ലനാ, ഒന്നാം തരം വില്ലൻ. വാടാ താണ്ടവാ.